കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. അങ്കത്തട്ടിലെ പോരാളികളുടെ വ്യക്തമായ ചിത്രം ദിവസങ്ങൾക്കകം അറിയാം. സ്വാഗതം കേരള ബാലറ്റിലേക്ക്. കേരള ബാലറ്റിൽ ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി പത്രികാ സമർപ്പണം തുടങ്ങി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, കെ എം മാണി എന്നിവർ പത്രിക നൽകി. ആദ്യ ദിനത്തിൽ പത്രിക സമർപ്പിച്ചത് 17 പേർ. സീതാറാം യെച്ചൂരി പറഞ്ഞതാണ് CPM-ന്റെ മദ്യനയമെന്ന് VS അച്യുതാനന്ദൻ. LDF അധികാരത്തിലെത്തിയാൽ പൂട്ടിയ ബാറുകൾ തുറക്കില്ലെന്നും VS-ന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മന്ത്രിമാരുടെ അഴിമതി കേസുകൾ എണ്ണിപ്പറയുന്ന VS ലാവ്ലിനെ കുറിച്ച് മിണ്ടാത്തതെന്തെന്ന് ഉമ്മൻചാണ്ടി. കണ്ണൂരിൽ UDF-ന് തലവേദനയായി വിമതന്മാർ. 5 സിറ്റിംഗ് സീറ്റുകളിൽ 4 വിമത സ്ഥാനാർത്ഥികൾ. പേരാവൂരിൽ KJ ജോസഫ് വിമത സ്ഥാനാർത്ഥി. VS-ന്റെയും പിണറായിയുടെയും പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് കാനം രാജേന്ദ്രൻ. ബംഗാളിൽ CPM-ഉം കോൺഗ്രസും വേദി പങ്കിട്ടതിനെക്കുറിച്ച് മറുപടി നൽകാൻ CPI-ക്ക് ബാധ്യതയില്ല. കേരള ബാലറ്റിൽ വിശദമായ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വിജ്ഞാപനം പുറത്തു വന്നതോടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങി. ഏപ്രിൽ 29 പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ആദ്യ ദിനം 17 പേരാണ് പത്രിക സമർപ്പിച്ചത്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പുവാണ് ആദ്യ പത്രിക നൽകിയത്. ജില്ലയിലെ തൃക്കരിപ്പൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി K രാജഗോപാലും പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് V മുരളീധരൻ, വട്ടിയൂർക്കാവിൽ K മുരളീധരൻ, കാട്ടാക്കടയിൽ N ശക്തൻ എന്നിവരാണ് പത്രിക നൽകിയവർ. പാലായിൽ K M മാണി, കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കാഞ്ഞിരപ്പള്ളിയിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VB ബിനു എന്നിവരും പത്രിക നൽകി. വടകരയിലെ UDF സ്ഥാനാർത്ഥി മനയത്ത് ചന്ദ്രനും ഇന്ന് പത്രിക സമർപ്പിച്ചു. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ, കുന്നംകുളത്ത് CP ജോൺ, ചടയമംഗലത്ത് MM ഹസൻ, കുണ്ടറയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, ചാത്തന്നൂരിൽ ശൂരനാട് രാജശേഖരൻ എന്നിവരും ആദ്യ ദിനം തന്നെ പത്രിക നൽകി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക്. കൂടുതൽ പേർ പത്രിക സമർപ്പിക്കുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗം തിളച്ചുമറിയുമെന്നുറപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം തിരുവനന്തപുരത്തു നിന്നും Al Amin, Media One. മദ്യനയത്തെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ LDF-നകത്ത് തീരുന്നില്ല. ഏറ്റവും ഒടുവിൽ VS ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടത് VS സീതാറാം യെച്ചൂരി പറഞ്ഞത് തന്നെയാണ് CPM-ന്റെ മദ്യനയം, LDF-ന്റെ മദ്യനയം എന്നാണ്. മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയും മദ്യവർജനമാണ് എന്നതാണ് LDF-ന്റെ നയം എന്ന സീതാറാം യെച്ചൂരി പറഞ്ഞതിനെ അടിവരയിടുകയായിരുന്നു ഇന്ന് VS അച്യുതാനന്ദൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. മദ്യനയത്തിൽ സീതാറാം യെച്ചൂരിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് VS അച്യുതാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. LDF അധികാരത്തിൽ വന്നാൽ പുതിയ ബാറുകൾ തുറക്കുകയില്ലെന്നാണ് യെച്ചൂരി പറഞ്ഞതെന്നും ഘട്ടം ഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയെന്ന LDF നയത്തിന്റെ ഭാഗമാണ് അതെന്നും VS ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു. LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒരു പുതിയ ബാറും തുറക്കുകയില്ല. നിലവിലുള്ള മദ്യവിതരണ സമ്പ്രദായം അഴിച്ചുപണിയും. മദ്യത്തിന്റെ ഉപഭോഗം യഥാർത്ഥത്തിൽ കുറയ്ക്കുന്നതിനുള്ള അഴിച്ചുപണിയായിരിക്കും ഇത്. ബാറുകളെല്ലാം ഒറ്റയടിക്ക് പൂട്ടുകയല്ല വേണ്ടത്. മദ്യവർജനത്തിന് സഹായകമായ ഒരു സംസ്കാരം വളർത്തിയെടുക്കുകയും അതിനുള്ള പ്രചാരവേല സംഘടിപ്പിക്കുകയുമാണ് വേണ്ടതെന്നും VS ചൂണ്ടിക്കാട്ടി. മദ്യനയം സംബന്ധിച്ച് CPM-ലോ LDF-ലോ ആശയക്കുഴപ്പമില്ല. രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് UDF ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്. ബാറുകളെല്ലാം പൂട്ടിയെന്ന അവകാശവാദം തെറ്റാണ്. വീര്യം കൂടിയ ബിയറും വൈനും വിൽക്കാൻ അവസരമൊരുക്കി കേരളത്തിലെ ജനങ്ങളെല്ലാം മണ്ടന്മാരാണെന്ന മട്ടിലാണ് UDF പച്ചക്കള്ളം തട്ടിവിടുന്നതെന്നും VS പറഞ്ഞു. അതിനിടെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ട്വിറ്ററിലൂടെ VS നന്ദി പറഞ്ഞു. മഹത്തായ വിജയത്തിനായി അണിചേരാമെന്നും VS കൂട്ടിച്ചേർത്തു. ഇതിനു മറുപടിയായി ഒത്തൊരുമിച്ച് മുന്നോട്ടു പോകാമെന്ന യെച്ചൂരിയും ട്വിറ്ററിൽ കുറിച്ചു. Media One, തിരുവനന്തപുരം. UDF നേതാക്കൾ കിട്ടുകൊട്ടുന്ന VS-ന്റെ മർമ്മത്തിൽ തന്നെ കൊട്ടി ഉമ്മൻചാണ്ടി. മന്ത്രിമാരുടെ അഴിമതി കേസുകൾ എണ്ണിപ്പറഞ്ഞ VS അച്യുതാനന്ദൻ ലാവ്ലിനെ കുറിച്ച് മിണ്ടാത്തതെന്തെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. ലാവ്ലിൻ കേസിൽ പിണറായി കുറ്റവിമുക്തനായെന്നാണോ ധർമ്മടത്ത് പിണറായിക്ക് വേണ്ടി പ്രസംഗിച്ച VS-ന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. പിണറായിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ച കത്തുകൾ VS പിൻവലിച്ചു. പിണറായി വിജയന് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയത് TP ചന്ദ്രശേഖരനോടുള്ള അനാദരവല്ലേ എന്നീ ചോദ്യങ്ങളും മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. VS-നെ സംബന്ധിച്ച പിണറായിയുടെ പ്രസ്താവന LDF-നെ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ബംഗാളിൽ CPM-ഉം കോൺഗ്രസും വേദി പങ്കിട്ടതിനെക്കുറിച്ച് മറുപടി നൽകേണ്ട ബാധ്യത CPI-ക്കില്ലെന്നും കാനം തിരുവനന്തപുരത്ത് പറഞ്ഞു.
പാർട്ടിക്ക് പാർട്ടി അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല. അജിത് ഉൾപ്പെടെ ഉണ്ടായിരുന്ന പാർട്ടി ജില്ലാ കൗൺസിൽ എടുത്ത തീരുമാനം അനുസരിച്ചാണ് അജിത്തിന് എക്സംഷൻ കൊടുക്കാതിരുന്നത്. നിങ്ങൾ ഇതുപോലെ ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മാത്രം എക്സംഷൻ കിട്ടിയില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ പ്രശ്നമൊന്നുമില്ല. അവിടെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായിട്ട്, കാരണം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണല്ലോ നമ്മുടെ ചോദ്യങ്ങൾ, സജീവമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. CPM പോൾ ബ്യൂറോ അംഗം പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. കൃഷി ചെയ്യുന്ന ഭൂമിയാണ് നെൽകൃഷി. മത്സ്യം വളർത്താറുണ്ട്. വലിയ തോതിലുള്ള പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഭൂമിയാണ്. റവന്യൂ സെക്രട്ടറി എഴുതിയ റിപ്പോർട്ട് കൊടുക്കുകയാണ്, ഈ ഭൂമി നികത്താൻ പാടില്ല എന്ന്. ആ റിപ്പോർട്ട് ചുരുട്ടിക്കൂട്ടി ചവറ്റുകോട്ടയിലിട്ടു ഉമ്മൻചാണ്ടി. അതിനുശേഷമാണ് ഉത്തരവായിട്ടിറങ്ങുന്നത്, ഈ ഭൂമി നികത്താനുള്ള ഉത്തരവ്. എന്താണ് അതിന്റെ പിന്നിലുള്ള താല്പര്യം? നാടിന്റെ താല്പര്യമല്ല. നാടിന്റെ താല്പര്യമാണെങ്കിൽ നമ്മുടെ നാട്ടില് ഇതുണ്ടാക്കുന്ന ആപത്തിനെ കുറിച്ച് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ എഴുതിയിട്ടുണ്ട്. അതൊന്നും അദ്ദേഹം വകവെക്കാൻ തയ്യാറായിട്ടില്ല. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, കൃഷി ഡിപ്പാർട്ട്മെന്റ്, പരിസ്ഥിതി വകുപ്പ് എല്ലാം എഴുതുകയാണ് ഈ ഭൂമി നികത്താൻ പറ്റില്ല. അപ്പൊ നമ്മുടെ നാട്ടിലെ അതിസമ്പന്നരുടെ കാശിന് മുന്നിൽ കീഴടങ്ങുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നും അതിലില്ല. ഇപ്പോ വിജയ് മല്യയുടെ കാര്യം വന്നു. അദ്ദേഹം പണ്ട് വലിയ ഡിസ്റ്റിലറിയൊക്കെ നടത്തിയ ആളാണ്. വിമാന കമ്പനിയും നടത്തിയിരുന്നു. കാശുകൊണ്ട് എന്തും നേടാമെന്ന് കരുതുന്ന ആളായിരുന്നു. കാശിന്റെ വലിപ്പം കൊണ്ടാണ് അദ്ദേഹം രാജ്യസഭാംഗമായി പോയത്. കോൺഗ്രസ് അടക്കം അദ്ദേഹത്തെ അനുകൂലിക്കുന്ന നിലയിൽ സ്വീകരിച്ചു. ഇപ്പോ വലിയൊരു സാമ്പത്തിക തട്ടിപ്പുകാരനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആ സാമ്പത്തിക തട്ടിപ്പുകാരനായിട്ട് അറിയപ്പെടുന്ന വിജയ് മല്യക്ക് ഇഷ്ടദാനം കൊടുക്കാൻ ഉമ്മൻചാണ്ടിക്ക് മടിയുണ്ടായില്ല. പാലക്കാട് നല്ല വിലയുള്ള ഭൂമി വളരെ തുച്ഛമായ വിലക്കാണ് വിജയ് മല്യക്ക് കൊടുത്തത്. എന്താ അതിന്റെ അർത്ഥം? വിജയ് മല്യക്ക് വില കുറച്ച് കിട്ടണം എന്ന നിർബന്ധം എങ്ങനെയാണ് ഗവൺമെന്റ് ഉണ്ടായത്? എന്തിനാണ് ഇത് അനുവദിച്ചത്? ഞങ്ങളുടെ നാട്ടിലാകെ CPM പോൾ ബ്യൂറോ അംഗം പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് വന്നാൽ UDF ക്യാമ്പ് ഇപ്പോഴും വിമതന്മാരുടെ ശല്യത്തിൽ
വിമതന്മാർ ഉയർത്തുന്ന തലവേദനയിലാണ് ഇപ്പോഴും UDF ക്യാമ്പുള്ളത്. നിലവിൽ കോൺഗ്രസിന്റെ UDFന്റെ 5 സിറ്റിംഗ് സീറ്റുകളിൽ 3ഇടത്തും UDFന് വിമത സ്ഥാനാർത്ഥികളുണ്ട്. ഏറ്റവും ഒടുവിൽ പേരാവൂരിലും സണ്ണി ജോസഫിനെതിരെയും വിമത സ്ഥാനാർത്ഥി വന്നതോടുകൂടി UDF ക്യാമ്പിന്, കണ്ണൂരിലെ UDF നേതൃത്വത്തിന് കൃത്യമായ രീതിയിൽ തലവേദന ഉയർത്താൻ, വെല്ലുവിളി ഉയർത്താൻ വിമതന്മാർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ. സണ്ണി ജോസഫിനെതിരെ കർഷക കോൺഗ്രസ് നേതാവ് KJ ജോസഫാണ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിരിക്കുന്നത്. പേരാവൂരിൽ 2ാം വട്ടം മത്സരത്തിനിറങ്ങുന്ന സണ്ണി ജോസഫിനെതിരെ കർഷക കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KJ ജോസഫാണ് വിമതനായി രംഗത്തെത്തുന്നത്. കൊട്ടിയൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ്, ബിഫെഡ് ചെയർമാൻ തുടങ്ങിയ നിലകളിലും KJ ജോസഫ് പ്രവർത്തിച്ചിട്ടുണ്ട്. സണ്ണി ജോസഫിന്റെ കർഷക വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ചാണ് മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് KJ ജോസഫ് പറഞ്ഞു. കാർഷിക മേഖലയിൽ ഗവൺമെൻറ് എടുത്ത നിലപാട്, ആ നിലപാടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു MLAയുടെ തെറ്റായ കാർഷിക വിരുദ്ധ നിലപാട്, ഇത് രണ്ടും കൂടെ യോജിച്ച് വന്നതുകൊണ്ടാണ് പേരാവൂരിൽ കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. കണ്ണൂർ, അഴീക്കോട്, ഇരിക്കൂർ മണ്ഡലങ്ങൾക്ക് പിന്നാലെയാണ് പേരാവൂരിലും UDF സ്ഥാനാർത്ഥിക്കെതിരെ വിമതൻ മത്സരരംഗത്തെത്തുന്നത്. ഇതോടെ ജില്ലയിലെ 5 UDF സിറ്റിംഗ് സീറ്റുകളിൽ 4ഇടത്തും വിമത സ്ഥാനാർത്ഥികളായി. ഇതിനിടയിൽ കണ്ണൂരിലെ വിമതൻ PK രാഗേഷിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ UDF വിമത സ്ഥാനാർത്ഥികളും ഇന്ന് കണ്ണൂരിൽ യോഗം ചേർന്നു. ഒരു പുതിയ മുന്നണി രൂപീകരിച്ച് ഇതിന് കീഴിൽ മത്സരിക്കുന്നതിന്റെ സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായിരുന്നു യോഗം. മീഡിയ 1 കണ്ണൂർ. സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുന്ന 12 സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രചാരണം നടത്താൻ ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. മുഖ്യമന്ത്രി, മന്ത്രിമാരായ KM മാണി, K ബാബു, അടൂർ പ്രകാശ്, അനൂപ് ജേക്കബ്, ഇബ്രാഹിം കുഞ്ഞ് MLA, തോമസ് ഉണ്ണിയാടൻ എന്നിവർക്കെതിരെയും LDF സ്ഥാനാർത്ഥികളായ പിണറായി വിജയൻ, EP ജയരാജൻ എന്നിവർക്കെതിരെയും പ്രചാരണം നടത്തും. വർഗീയ പ്രചാരണം നടത്തി വോട്ട് നേടാൻ ശ്രമിക്കുന്ന BJP സ്ഥാനാർത്ഥികളായ O രാജഗോപാൽ, കുമ്മനം രാജശേഖരൻ, K സുരേന്ദ്രൻ എന്നിവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും ശക്തമായ പ്രചാരണം നടത്തുമെന്ന് AAP ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞു. കേരള ബാലറ്റിൽ വിശേഷങ്ങൾ ഇനിയുമുണ്ട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പൂരങ്ങളുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് പൂരങ്ങളുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി കേരള ബാലറ്റ് പോകുന്നത്. തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ. അവിടെ UDF സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലാണ്. LDF സ്ഥാനാർത്ഥി CPIയിൽ നിന്നുള്ള VS സുനിൽകുമാർ MLA ആണ്. ഏറ്റവും ഒടുവിലായി 2ാം ഘട്ട പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞ VS സുനിൽകുമാർ പദയാത്രകളിലൂടെയാണ് ഇപ്പോൾ വോട്ട് തേടിക്കൊണ്ടിരിക്കുന്നത്. സമയം പത്മജ വേണുഗോപാൽ സ്ഥാപനങ്ങളും വീടുകളും കയറിയിറങ്ങി വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ്. ജില്ലയിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായ തൃശ്ശൂരിൽ ഇരുമുന്നണികൾക്കും സാധ്യതകൾ ഏറെയാണ്. നിലവിൽ UDFിനൊപ്പമാണെങ്കിലും LDFനെ വിജയിപ്പിച്ച ചരിത്രവുമുണ്ട് മണ്ഡലത്തിന്. 1ാം വട്ട പ്രചാരണം പൂർത്തിയാക്കിയ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ 2ാം ഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിൽ പദയാത്ര നടത്തുകയാണ്. ഇവിടെ LDFന്റെ മണ്ഡലം അല്ല എന്ന് പറയുന്നത് തെറ്റാണ്. 6 തവണ LDF ജയിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ് ഈ തൃശ്ശൂർ. UDFന്റെ മാത്രം മണ്ഡലമാണ് അവരുടെ, അവർ മാത്രമേ ജയിക്കുകയുള്ളൂ എന്നുള്ളൊരു നിഗമനത്തിലെത്തുന്നത് ശരിയല്ല. ജനങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങൾ ജയിക്കും. അതേസമയം പ്രചാരണ രംഗത്ത് വൈകിയെത്തിയെങ്കിലും LDFനൊപ്പം ഓടിയെത്താനായെന്നാണ് UDF സ്ഥാനാർത്ഥിയായ പത്മജ വേണുഗോപാൽ അവകാശപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ സ്ഥാപനങ്ങളും കടകളും കേന്ദ്രീകരിച്ചാണ് പത്മജയുടെ പ്രവർത്തനം. മണ്ഡലത്തിൽ പത്മജ മാത്രമാണ് ആദ്യ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഞാനിപ്പോഴും സജീവമാണ്. കാരണം ഒരു നിമിഷം പോലും ഞാൻ കളയാറില്ല. അപ്പോൾ നോമിനേഷൻ കൊടുത്തു വെച്ചിട്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. എൻ്റെ പരിപാടികൾ ഇതേമാതിരി തന്നെ അങ്ങ് പോകും. വീടുകൾ കേന്ദ്രീകരിച്ചാണ് BJP സ്ഥാനാർത്ഥിയായ B ഗോപാലകൃഷ്ണന്റെയും പ്രചാരണം പുരോഗമിക്കുന്നത്. VS സുനിൽകുമാർ തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ക്യാമറാമാൻ രാജു പാർട്ടിക്കൊപ്പം സനൂപ് ശശിധരൻ, മീഡിയ 1 തൃശൂർ. തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വന്നാൽ കോഴിക്കോട് ജില്ലയിലെ ഏക മന്ത്രിയായ MK മുനീർ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജനവിധി തേടുകയാണ്. 5 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് MK മുനീർ വോട്ട് ചോദിക്കുന്നത്. പ്രചാരണത്തിനിടയ്ക്ക് മുനീറുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ K ഇല്യാസ് നടത്തിയ സംഭാഷണത്തിൽ. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നിന്നും വീണ്ടും ജനവിധി തേടുകയാണ് പഞ്ചായത്ത് കാര്യ മന്ത്രി കൂടിയായ ഡോക്ടർ MK മുനീർ. നമുക്ക് പ്രചാരണത്തിൻ്റെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് വോട്ടർമാരുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? വോട്ടർമാർ വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. അതൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ആളുകളുടെ പ്രതികരണം. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു. ഇപ്രാവശ്യം അത് മറികടക്കാൻ കഴിയും? തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത 5 വർഷത്തെ പ്രവർത്തനം, ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ്, ഇതെല്ലാം എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുതൽക്കൂട്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.
വീണ്ടും ജനങ്ങളെ കാണുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള മിക്ക കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന് പുറമെ നമ്മൾ തുടങ്ങി വെച്ചതുണ്ട്, അത് പൂർത്തീകരിക്കാൻ വേണ്ടി അവസരം തരിക എന്നുള്ളത് ജനങ്ങൾ, കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തതുകൊണ്ട് ഇനി ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളും പൂർത്തീകരിക്കുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. INL സ്ഥാനാർത്ഥിയിലൂടെ വീണ്ടും മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് LDFന്റെ ശ്രമം. അപ്പോൾ INL സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ വഹാബാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ്? അയ്യോ, ഞാൻ എതിർ സ്ഥാനാർത്ഥിയെ ഒരിക്കലും പരാമർശിക്കാനോ അദ്ദേഹം ദുർബലനാണെന്ന് പറയാനൊന്നും ഞാൻ തയ്യാറല്ല. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ തെരഞ്ഞെടുപ്പിലൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ എൻ്റെ ആത്മവിശ്വാസം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു 10 ഇരട്ടിയെങ്കിലും ഭൂരിപക്ഷം കൂടുന്നുള്ളതാണ്. ഏതായാലും മികച്ച വിജയം തന്നെ ഇത്തവണ നേടുമെന്ന് തന്നെയാണ് ഡോക്ടർ MK മുനീർ പറഞ്ഞിട്ടുള്ളത്. എതിരാളി ആര് തന്നെ ആയിരുന്നാലും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷം അദ്ദേഹം നേടുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണക്കൊപ്പം K. ഇല്യാസ്, മീഡിയ 1. തലസ്ഥാന നഗരിയിലെ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിലേക്ക് വന്നാൽ അവിടെ ശ്രദ്ധാകേന്ദ്രം ക്രിക്കറ്റ് താരവും BJP സ്ഥാനാർത്ഥിയുമായ ശ്രീശാന്ത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ശ്രീശാന്ത് പാർട്ടി പ്രവർത്തകരെയും വോട്ടർമാരെയും പരിചയപ്പെടുന്ന തിരക്കിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ശ്രീശാന്ത് വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ്. വലിയ പ്രതീക്ഷയോടെയാണ് ശ്രീശാന്തിനെ BJP തലസ്ഥാനത്ത് അംഗത്തിനിറക്കിയത്. തുടക്കത്തിൽ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾക്ക് പോലും വഴങ്ങാത്ത നിലയിലായിരുന്നു ശ്രീശാന്തിൻ്റെ പോക്ക്. ചുട്ടുപൊള്ളുന്ന ചൂടിൽ പ്രചരണത്തിനിറങ്ങാൻ പോലും തയ്യാറല്ലെന്ന നിലപാടിലായിരുന്നു ശ്രീ. പിന്നീട് നേതാക്കൾ ഇടപെട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് പ്രചരണ രംഗത്ത് ചുവട് വെച്ചത്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആവേശത്തിലായി. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം മണ്ഡലത്തിൽ തന്നെ താമസിച്ചാണ് വോട്ടുറപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്. നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. എല്ലാവരും പയ്യെ തിങ്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് എല്ലാവരും പ്രോമിസസ് ആണ് ചെയ്യുന്നത്. എല്ലാവരും വാഗ്ദാനങ്ങൾ കുറേ കൊടുക്കും, പക്ഷേ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. അപ്പം എൻ്റെ ഭാഗ്യത്തിന് സെൻട്രൽ ഗവൺമെൻറ് തന്നെ എനിക്ക് പെർമിഷൻ കിട്ടിയുകൊണ്ട് അവർ ഫുൾ പെർമിഷൻ തന്നിട്ടുണ്ട് എനിക്ക്. നമ്മൾ 19-ാം തീയതി ജയിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. വോട്ടർമാർക്കിടയിൽ ഇറങ്ങുമ്പോൾ കഴുത്തിൽ BJPയുടെ പതാക മാതൃകയിലുള്ള ഷാള് മിക്കപ്പോഴും ഉണ്ടാവും. ഷാള് മാറ്റുമ്പോൾ ഷർട്ടിൽ താമര ചിഹ്നം കുത്തിവെക്കും. വലിയൊരു ക്രിക്കറ്റ് താരത്തെ തൊട്ടടുത്ത് കാണാൻ കിട്ടുന്നതിൻ്റെ ത്രില്ല് വോട്ടർമാരിലും കാണാം. അതുകൊണ്ട് തന്നെ ശ്രീശാന്ത് എത്തുന്നിടത്തെല്ലാം ആളുകൾ കൂടുന്നുണ്ട്. ഇത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ശ്രീശാന്തും BJPയും. റഹീസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം. താരങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ തേടി തലസ്ഥാന നഗരിയിൽ നിന്നും കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലത്ത് CPMന്റെ സ്ഥാനാർത്ഥി നടൻ മുകേഷാണ്. മുകേഷ് രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് മാറിക്കഴിഞ്ഞു. കുടുംബയോഗങ്ങളിലൂടെയാണ് രണ്ടാം ഘട്ട പ്രചാരണം മുകേഷ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മുകേഷ് ഏട്ടാ, പ്രചാരണത്തിൻ്റെ ഒരു 1-ാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. ഏത് തരത്തിലൊരു പ്രതികരണമാണ് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങളിൽ നിന്ന് ലഭിച്ചത്? വളരെ ആവേശകരമായി. ഞാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിനേക്കാൾ അവരുടെ ഇങ്ങോട്ടുള്ള ഒരു താല്പര്യവും ആഗ്രഹവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ നിന്ന് ജയിക്കണം. ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കൊല്ലംകാരെന്ന നിലയിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാം. അതുകൊണ്ട് ഒരു കാരണവശാലും വൻ ഭൂരിപക്ഷത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കരുത്, അത്രമാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് എനിക്കിപ്പം ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രൻ ഏതാണ്ട് 5000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നേടിയെടുത്തിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിലൊരു ആശങ്ക മുകേഷേട്ടനുണ്ടാക്കുന്നു? ഒരാശങ്കയില്ല. അത് സഖാവ് പിണറായി വിജയൻ തന്നെ പറഞ്ഞു, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതം ഈ ഇലക്ഷനിൽ ഒരുപക്ഷെ RSP നേരിടുമായിരിക്കും. കാരണം അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, ഇതിനിടയ്ക്ക് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തു. RSPയുടെ അല്ലെങ്കിൽ പ്രേമേന്ദ്രൻ്റെ പാർട്ടിയുടെ ഒരു അപജയം നമ്മൾ കണ്ടു. അതൊക്കെ ജനങ്ങൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെയുള്ള രാഷ്ട്രീയമല്ല പറയുന്നത്, സഖാവ് പിണറായി പറഞ്ഞത് എടുത്തു പറയുകയാണ്. കേരള ബാലറ്റിനിടയിൽ ചെറിയൊരു ഇടവേള കൂടി. തിരികെ എത്താം കേരള ബാലറ്റിലേക്ക്. പ്രചാരണ വിഷയങ്ങൾ പലതായി മാറി മാറി വരുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു പ്രചാരണ വിഷയത്തിൽ ഊന്നാൻ കഴിയുന്നില്ല എന്നതാണ് തോന്നുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള സവിശേഷത. ഈ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വിഷയങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? കാണാം കവലയിൽ.
ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണായുധമാണ് മദ്യനയം. മദ്യനയത്തിൽ CPM-ന് നിലപാടില്ലെന്നായിരുന്നു UDF-ന്റെ വിമർശം. ഇക്കാര്യത്തിൽ മുതിർന്ന നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയതോടെ CPM-ന്റെ ആശയക്കുഴപ്പം തീർന്നു. ഇതാണ് ഇന്ന് കവല പരിശോധിക്കുന്നത്. എന്ത് തോന്നുന്നു? CPM-ന് ഒരു നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അവരുടെ നിലപാട് ഇന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. CPM-ൻ്റെത് അവരാലോചിച്ച് ഇതിനൊക്കെ ഇലക്ഷൻ്റെ ഇത് വരുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഒരു തീരുമാനം അവരുടെ മനസ്സിലുണ്ടാകും എല്ലാ കാര്യങ്ങളും. പക്ഷെ അത് നമ്മൾ ആൾക്കാരുടെ സബോർഡിനേറ്റ്സ് നോക്കിയിട്ട് അതിൻ്റെ വേണ്ടത് വരും ചെയ്യും. CPM-ന് അങ്ങനെ മദ്യനയത്തിൽ ഒന്നും പറയാനില്ല. കാരണം അവരൊന്നും പറയില്ല. ഇത് ഇലക്ഷൻ കഴിഞ്ഞിട്ടേ പറയൂ. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബാറ് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ വോട്ടെല്ലാം പോകും. വോട്ടെല്ലാം പോകും. ബാറ് വരുത്തൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യപിക്കുന്ന കുറേ ആൾക്കാരുടെ വോട്ടെല്ലാം പോകും. അതുകൊണ്ട് പിണറായിയും VS-ഉം ബുദ്ധിപരമായിട്ട് ഒന്നും പറയാതെ കളിക്കുകയാണ്. UDF ഒക്കെ അപ്പോഴപ്പോഴും കണ്ടവരെ നിൽക്കും. CPM-ൻ്റെ നിലപാടാണ് നിലപാട്, കുറച്ച് നിലപാട്, അവരുടെ നിലപാടേ നിൽക്കുള്ളൂ. അതിപ്പോൾ ഒരു വ്യക്തമായ നിലപാടല്ല. കാര്യം ഏകദേശം ഞാൻ പറഞ്ഞ ഈ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ ടാക്സും അത് കിട്ടുന്നത് ഇതിലൂടെയാണ്, ബാറിലൂടെയാണ്. അപ്പം അതുകൊണ്ട് ഇത് നിലനിൽക്കുമെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. തുറക്കില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ. തീരുന്നില്ല അവർ തുറക്കും ചിലപ്പോഴേ. ഒന്നുമില്ല, യെച്ചൂരി പറഞ്ഞിട്ടുണ്ടല്ലോ, കറക്റ്റ് നടപ്പിലാവും. അത് മാറ്റം വരുത്താൻ സാധ്യതയില്ല. CPM ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ നിലപാടാണ് എടുത്തിട്ടുള്ളത്. മറ്റേ ഒന്നുമില്ല, നമ്മളിപ്പം വീട് ബാറായി പോയില്ലേ. മറ്റേ ഇത്തിരി രഹസ്യമായിട്ട് ചെന്ന് 2 പേർക്ക് അടിച്ചിട്ട് ഓടിക്കളായിരുന്നു. കേട്ടോ, രണ്ടുപേർ പറയുന്നതും 2 വിധത്തിലാണ് പറയുന്നത്. അപ്പം അത് ഭരണത്തിൽ വരുമ്പോഴേ അതിനൊരു പൂർണ്ണ നിശ്ചയം വരത്തുള്ളൂ. കേരള ബാലറ്റ് തൽക്കാലം ഇവിടെ തീരുന്നു. കൂടുതൽ തെരഞ്ഞെടുപ്പ് വർത്തമാനങ്ങളും വിശേഷങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം. ഇനി ഈവനിംഗ് ന്യൂസിൽ രാജീവ് ശങ്കരനും നസ്രിയ ടീച്ചറും ചേരും. നമസ്കാരം.